ഇ.പി.യെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന സൂചന എം.വി. ഗോവിന്ദൻ നൽകിയിരിക്കുകയാണ്. അച്ചടക്ക ലംഘനം വച്ചു പൊറുപ്പിക്കില്ല എന്നും പുറത്താക്കാൻ കേന്ദ്ര കമ്മിറ്റിക്ക് ശുപാർശ ചെയ്തേക്കും എന്നും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അനിൽ നമ്പ്യാർ ചേരുന്നുണ്ട്. അനിൽ നമ്പ്യാർ നേരത്തെ പറഞ്ഞിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഇ.പി. എന്നുള്ളത് കൊണ്ട് തന്നെ സംസ്ഥാന സമിതിക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല, പക്ഷേ ശുപാർശ നൽകും. ഇപ്പോൾ ഇനി അടുത്ത ഇടതുമുന്നണി കൺവീനർ ആരായിരിക്കും? ടി.പി. രാമകൃഷ്ണൻ തീർച്ചയായും എം.വി. ഗോവിന്ദന് സ്വീകാര്യനാണ്. അപ്പോൾ അദ്ദേഹമായിരിക്കുമെന്നൊക്കെയുള്ള ആലോചനകൾക്കപ്പുറത്തേക്ക് ഇ.പി.യെ പാർട്ടിയിൽ നിന്നേ പുറത്താക്കാനുള്ള ഒരു നടപടിയായിരിക്കുന്നു. അത്തരത്തിൽ കേന്ദ്ര കമ്മിറ്റിക്ക് ശുപാർശ ചെയ്തേക്കും എന്നുള്ള സൂചനകളാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരുപക്ഷേ തെരഞ്ഞെടുപ്പ് തോൽവി അവലോകനം ചെയ്യാൻ ചേർന്ന യോഗങ്ങളിലൊക്കെ നിർണായക ഘട്ടത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ ഇടതുമുന്നണി കൺവീനറായിരുന്നു ഇ.പി. ജയരാജന്റെ നടപടിയിൽ വലിയ വിമർശനങ്ങളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഉയർന്നിരുന്നു. ഒരു നടപടി അടഞ്ഞ അധ്യായമല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറിയും ഇടയ്ക്ക് വ്യക്തമാക്കിയിരുന്നു. തരത്തിലൊരു കടുത്ത നടപടിയിലേക്ക്, അച്ചടക്ക നടപടിയിലേക്ക് പോവുകയാണ്. അതിനെ എങ്ങനെ വിലയിരുത്താം? ലക്ഷ്മി, ചുരുക്കത്തിൽ ഇ.പി.യുടെ കാര്യത്തിൽ, ഇ.പി. ജയരാജന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് പറയാം. അതായത് ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ.പി. ജയരാജനെ ആ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണം എന്ന ഒരു അഭിപ്രായം ഉയർന്നു വന്നു. നേരത്തെ തന്നെ ഇത്തരത്തിൽ കാരണം അദ്ദേഹം LDF കൺവീനർ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹം മുന്നണിയുടെ കെട്ടുറപ്പ് അത് കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകില്ല. മാത്രമല്ല CPM-ന്റെ വിഷയത്തിൽ മാത്രമല്ല, മുന്നണിയുടെ വിഷയത്തിലും ഇ.പി. ജയരാജൻ കൃത്യമായി പ്രതികരിക്കുന്നില്ല എന്നൊരു ആരോപണം നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്, അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇ.പി. ജയരാജനെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ തീരുമാനിച്ചത്. ഈ പാർട്ടിയുടെ ഒരു സംഘടനാ സംവിധാനം പരിശോധിക്കുകയാണെങ്കിൽ ഈ രാജിക്കത്ത് എന്ന് പറയുന്നത്, അഥവാ രാജിക്കത്ത് നൽകിയാൽ പോലും അത് പാർട്ടി പുറത്ത് അറിയിക്കില്ല. കാരണം അങ്ങനെയാണെങ്കിൽ പാർട്ടി നിലപാടുകളോട് വിയോജിച്ച് പുറത്തു പോകുന്നു, പാർട്ടിയേക്കാൾ മുകളിൽ നിൽക്കുന്നു ഈ പുറത്തുപോയ വ്യക്തി എന്ന തരത്തിൽ ഒരു വാർത്തയായിരിക്കും പുറത്തു വരിക. അത് ഒരു കാരണവശാലും CPM സംഘടനാ സംവിധാനത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇപ്പോ എം.വി. ഗോവിന്ദൻ ഇക്കാര്യം CPM സംസ്ഥാന സമിതി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഈ രാജിക്കത്ത് നൽകിയെന്ന കാര്യം മറച്ചുവെച്ചു. പകരം പാർട്ടി അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തു, അച്ചടക്ക നടപടിയെടുത്തു എന്ന രീതിയിലാണ് ഇപ്പോൾ സംസ്ഥാന സമിതി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പാർട്ടിക്ക് അതീതരല്ല ആരും എന്നൊരു വ്യക്തമായ ഒരു സന്ദേശം നൽകാൻ കൂടിയാണ് അത്തരത്തിലൊരു റിപ്പോർട്ടിംഗ് നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് പ്രകാശ് ജാവ്ദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച മാത്രമല്ല ഇതിന് ആധാരമായിട്ടുള്ള വിഷയം. അനവധി സാമ്പത്തിക ആരോപണങ്ങൾ അദ്ദേഹത്തിന് എതിരെ ഉയർന്നു വന്നിട്ടുണ്ട്, ഇ.പി.ക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം പാർട്ടിയെ അറിയിക്കാതെ പല രീതിയിലും ധനസമാഹരണം നടത്തി. അദ്ദേഹത്തിന്റെ മക്കളുടെ ബിസിനസ് അത് പുഷ്ടിപ്പെടുത്താനായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം മൗനാനുവാദം നൽകി. അതിന് ഈ പാർട്ടി സ്ഥാനങ്ങൾ അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്തും ഇത്തരത്തിലുള്ള ചില ഇടപെടലുകൾ നടത്തിയിരുന്നു എന്നൊക്കെ നേരത്തെ തന്നെ പാർട്ടിയിൽ രേഖാമൂലം അത്തരത്തിലുള്ള പരാതി വന്നിരുന്നു. അപ്പോഴൊക്കെ ഇ.പി. ജയരാജൻ എന്ന ഒരു വ്യക്തി, അദ്ദേഹം വളരെ മുതിർന്ന ഒരു നേതാവാണ്, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രതിച്ഛായയെ അത് ബാധിക്കും, അത് പ്രതികൂലമായി ബാധിക്കുമെന്നൊക്കെ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പലപ്പോഴും അങ്ങനെ രേഖാമൂലം പരാതികൾ വന്ന സമയത്ത് പോലും അത് ഒതുക്കിവെച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ 1-2 മാസങ്ങൾക്ക് മുമ്പ് പിണറായി വിജയന്റെ ഭാഗത്തു നിന്നൊരു പരാമർശം ഉണ്ടായിരുന്നു. അതായത് പാപിയെ ചുമന്നാൽ ശിവനും പാപിയാകും എന്ന തരത്തിലുള്ള ഒരു പരാമർശം വന്നിരുന്നു. അത് അത്തരത്തിലുള്ള നാട്ടുചൊല്ലുണ്ടോ എന്ന് വരെ മാധ്യമങ്ങൾ ആ ഒരു സമയത്ത് ചർച്ച ചെയ്യുന്നു. പിണറായി ആ സമയത്തേക്ക് ഉണ്ടാക്കിയ ഒരു ആപ്തവാക്യമാണോ എന്നൊക്കെ രീതിയിൽ ചർച്ചകൾ വരെ ഉയർന്നിരുന്നു. അതെ, തീർച്ചയായും. അപ്പോ ആ രീതിയിൽ, അതായത് പാപിയെ ചുമന്ന ശിവനും പാപിയാകും എന്ന ഒരു സൂചന അന്ന് തന്നെ പിണറായി നൽകിയിരുന്നു. അതിനുശേഷവും പാർട്ടിക്ക് വശംവദനായി, പാർട്ടിക്ക് വിധേയമായി ഇ.പി. ജയരാജൻ പ്രവർത്തിക്കുന്നില്ല എന്ന്
പാർട്ടി നിരീക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആദ്യ അച്ചടക്ക നടപടി എന്ന നിലയിൽ ഇപ്പോൾ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ നീക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത നടപടി ഒരുപക്ഷെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും. പക്ഷേ CPM സംസ്ഥാന സമിതി യോഗത്തിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. EP ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗമായതുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി വേണമെന്ന് CPM സംസ്ഥാന സമിതി ശുപാർശ ചെയ്യേണ്ടിയിരിക്കുന്നു. CPM കേരള സംസ്ഥാന കമ്മിറ്റി ശുപാർശ ചെയ്താൽ മാത്രമേ അതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ വസ്തുതകളുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം വിലയിരുത്തിയ ശേഷം കേന്ദ്ര കമ്മിറ്റിക്ക് മാത്രമേ ഇദ്ദേഹം പാർട്ടിയിൽ തുടരണമോ വേണ്ടയോ എന്നൊരു അന്തിമ തീരുമാനം എടുക്കാൻ സാധിക്കൂ പാർട്ടി ഭരണഘടന പ്രകാരം. പക്ഷെ ഇപ്പൊ EP ജയരാജന്റെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് അദ്ദേഹം CPMുമായിട്ടുള്ള എല്ലാ ബന്ധവും അദ്ദേഹം സ്വയം അവസാനിപ്പിക്കും എന്നാണ് അറിയുന്നത്. അത് ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അതായത് ഇനി പാർട്ടിയിൽ നിന്നുള്ള ഒരു പുറത്താക്കൽ അത് താങ്ങാൻ ഒരുപക്ഷെ EP ജയരാജന് സാധിക്കില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു മുഴം മുൻപേ എറിഞ്ഞ് പാർട്ടിയുമായിട്ടുള്ള എല്ലാ പാർട്ടിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നത് അവസാനിപ്പിക്കും എന്ന രീതിയിലുള്ള ഒരു ചിന്ത അദ്ദേഹത്തിൽ ഉണ്ട് എന്ന രീതിയിലാണ് അദ്ദേഹവുമായിട്ട് തീർച്ചയായും ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ മാറ്റി ഇനി രാഷ്ട്രീയ വനവാസമാണ് EP ജയരാജന് എന്നൊക്കെയുള്ള ഒരു സൂചനകൾ വരുന്ന സമയത്താണ് പാർട്ടിയിൽ തന്നെ പുറത്താക്കിയുമെന്നുള്ള സൂചനകൾ കിട്ടുന്നത്. ഇപ്പോൾ ശ്രീ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലൊരു ക്ഷീണത്തിന് നിൽക്കാതെ സ്വയം പാർട്ടിയിൽ മാറി നിൽക്കാൻ ഒരുപക്ഷെ EP തീരുമാനിച്ചേക്കും.